guys, so here is a bit updates about 90-day challenge. ഞാൻ ഇന്നലെ സദ്യ കഴിച്ചു. I did eat sadhya for the issue. I mean, I really did not want to, but there was an unavoidable part, you know. എനിക്കറിയാം ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് I just couldn't stay away myself from sadhya. അതുകൊണ്ട് I did sadhya, I did eat payasam. If my trainer hears this, ഞാൻ വിളിച്ച് പറഞ്ഞു ഞാൻ കഴിച്ചൂടാ സദ്യ കഴിച്ചു എന്നൊക്കെ. But you are allowed to cheat once in a while, so it is okay, I believe. Okay, I am here to tell you about something. So evenings, there is this evening walk I'm doing. Okay, I take 1 kilometer, 1.5 kilometers walk around. There was a very disturbing thing that I just happened to see today. And here today, okay, not see. Basically, ആദ്യത്തെ 2 ദിവസം നടക്കാൻ പോയപ്പോൾ ഈ നാട്ടുകാരുടെ ചോദ്യം വായിച്ചു കേട്ടപ്പോൾ ഞാൻ തീരുമാനിച്ചതാണ് ഈ പരിപാടി നിർത്താമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിന് എന്ത് പ്രശ്നം എന്നറിയോ, ദേ ആർ വെരി മച്ച് കൺസേൺഡ് നമ്മൾ എപ്പം നടക്കുന്നു എന്തിനു നടക്കുന്നു ഒക്കെ. ഇന്ന് എന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് എന്നി വൈകുന്നേരം നടക്കുന്നത്. ആൻഡ് ദേ വാണ്ടഡ് ടു ഗിവ് മീ ജസ്റ്റിഫിക്കേഷൻ. ഞാൻ യൂഷ്വലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിരിച്ചിട്ട് അങ്ങ് പോകത്തുള്ളൂ. ദ തിങ് ഈസ് ദേ വാണ്ടഡ് മീ ടു ഗിവ് എൻ ആൻസർ ആൻഡ് പ്രോപ്പർ ജസ്റ്റിഫിക്കേഷൻ. ഞാൻ എന്തുകൊണ്ട് രാവിലെ പോകാതെ വൈകുന്നേരം നടക്കുന്നു. ഞാൻ പിന്നെ ഐ ജസ്റ്റ് ഡിഡ്ന്റ്. ഞാൻ പറഞ്ഞു ഐ couldn't do it in the morning and I'm doing it in the afternoon. I mean, what is wrong with you? Some random people asking me, bro, like എന്താ പ്രശ്നം, എനിക്ക് രാവിലെ ഉറങ്ങണം അതുകൊണ്ട് ഞാൻ വൈകുന്നേരം നടക്കുന്നു. Why does this concern a lot? And പിന്നെ മോൾ എന്താ ഇവിടെ, ബിക്കോസ് ഞാൻ യൂഷ്വലി ബാംഗ്ലൂർ ആണ്, ഐ ഡോണ്ട് സ്റ്റേ ഫോർ സോ ലോങ്. എന്താണ് ഇവിടെ, എന്താ കല്യാണമാണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? I understand if this is coming from a very concerning point of view. Okay, I'm glad you're concerned. പക്ഷെ why is it irritating to me? I mean, it is irritating after a certain level of investigation, ഇല്ലേ? ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്കത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 2 ദിവസം മുന്നേ എന്നോട് ചോദിച്ചാൽ ഓടരുത് എന്തിനാ നടക്കാൻ പോകുന്നതെന്ന്. ഐ മീൻ കമോൺ, നടന്നിട്ട് തന്നെ ഞാൻ കേൾക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പം ഇമാജിൻ ഇഫ് ഐ എം റണ്ണിങ്, ഓ മൈ ഗോഡ്, ഈ വഴി കൂടെ ഒക്കെ ഓടുക, അല്ലെങ്കിൽ ടു ജസ്റ്റ് ഹാവ് എ റൺ ഇൻ കേരള ബീങ് എ ഗേൾ സ്കെയർസ് മീ ഗൈസ്. ഐ എം ടെല്ലിങ് യു. ആൾക്കാർ വിചാരിക്കും ഇവിടെ എന്ത് ഈ കാണിക്കുന്നത്, ഈ പാതിരാത്രിയിലേക്ക് വൈകുന്നേരം ഓടാൻ പോകുന്നത്. രാവിലെ ഐ ഡോണ്ട് നോ, പീപ്പിൾ മൈറ്റ് റൺ, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് തോട്ട് ഇറ്റ്സ് ജസ്റ്റ് സ്കെയർസ് മീ. ഐ മീൻ ഒന്നുമില്ല, ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഒന്ന് സിമ്പിളായിട്ട് നടക്കാൻ വിടും. ഞാൻ എൻ്റെ ഫോണിൽ എൻ്റെ പാട്ടും വെച്ച് 2 റൗണ്ട് നടന്ന് ആരും കൂട്ടില്ലാതെ വരുന്നു, അതും പ്രശ്നമാണ്. എന്താ ഒറ്റയ്ക്ക് നടക്കുന്നത്, ആരും കൂട്ടി വിളിച്ചൂടെ? ഐ മീൻ ബ്രോ, വാട്ട് ആൻഡ് ഓൾ ഡു യു വാണ്ട് ടു നോ? ലൈക്ക് ചില സമയം ഇറിറ്റേറ്റിംഗ് ആയിട്ട് വരും. പക്ഷെ നമ്മുടെ സാനിറ്റി കീപ്പ് എ സ്മൈൽ ആൻഡ് ഐം ജസ്റ്റ് വാക്കിംഗ്. ഹാഫ് ഓഫ് ദ ടൈം ഐ ഡു നോട്ട് പേ അറ്റൻഷൻ. പക്ഷേ some things are very unavoidable and these are things you have to deal with. Just walk. I feel pathetic sometimes, you do. But yeah, that is it. I'll see you. Bye.